മേഡം, മറുപിള്ള താഴെയാണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതിന്റെ പ്രശ്നങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞു. മറുപിള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് വന്ന ശേഷം വരുന്ന വേറൊരു കുട്ടി പോലെയാണ് പറയുന്നത് മറുപിള്ള. ആഫ്റ്റർ ബർത്ത് എന്നാണ് മലയാളത്തിൽ ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പം സാധാരണഗതിയിൽ കുട്ടിക്കുള്ള ന്യൂട്രിയൻസ് അമ്മയിൽ നിന്ന് അബ്സോർബ് ചെയ്ത് കൊടുക്കുന്നത് പൊക്കിൾക്കൊടി വഴി കൊടുക്കുന്ന ഒരു അവയവമാണ് മറുപിള്ള എന്ന് പറയുന്നത്. മറുപിള്ള യൂട്രസിന്റെ മോൾ ഭാഗത്തോ വശങ്ങളിലുള്ള ഭിത്തിയിലുമാണോ പറ്റിപ്പിടിച്ച് വളരുന്നത്. ചില സാഹചര്യങ്ങളിൽ ഇത് വളരെ താഴെ ഇരുന്ന് ഗർഭപാത്രത്തിന്റെ മുഖം അഥവാ സെർവിക്സിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് വരും. അതാണ് കംപ്ലീറ്റ് പ്ലസന്റ പ്രിവിയ. പ്ലസന്റ പ്രിവിയ എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്നത്. മറുപിള്ളയ്ക്ക് പകരം കുട്ടി വരുന്നതിന് മുമ്പ് പ്ലസന്റ വരുന്ന ഒരു അവസ്ഥയായതുകൊണ്ടാണ് അതിനെ പ്ലസന്റ പ്രിവിയ എന്ന് പറയുന്നത്. താഴെയാണ് ഇരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഇത് കുറച്ച് മുകളിലായിരിക്കും, പക്ഷെ ഒരറ്റം താഴെ 2 സെന്റിമീറ്ററിനുള്ളിൽ വരികയാണെങ്കിലും അത് ഇൻകംപ്ലീറ്റ് പ്ലസന്റ, അതായത് താഴെ ഇരിക്കുന്ന പ്ലസന്റ അല്ലെങ്കിൽ ലോലയും പ്ലസന്റ എന്നൊക്കെ പറയും. ഇതിലെല്ലാത്തിലും വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയേക്കാളും മുമ്പ് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ബ്ലീഡിങ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അമ്മമാരോട് ശ്രദ്ധിക്കണം എന്ന് പറയും. ആന്റിപാർട്ടം ഹെമറേജിന്റെ ഒരു പ്രധാന കോസാണ് പ്ലസന്റ പ്രിവിയ എന്ന് പറയുന്നത് ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന ബ്ലീഡിങ്. അപ്പൊ 5-ാം മാസത്തിലല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഗർഭപാത്രം വലുതാവുന്നതോടൊപ്പം പ്ലസന്റയുടെ പൊസിഷൻ റിലേറ്റീവ് ആയിട്ട് ചേഞ്ച് ചെയ്യും. പ്ലസന്റ നീങ്ങി പോകുന്നതല്ല, പ്ലസന്റയും ഗർഭപാത്രവും വളരുന്നതിനനുസരിച്ച് പ്ലസന്റയുടെ പൊസിഷനിൽ ചേഞ്ച് വരും. അപ്പോൾ മെജോറിറ്റി ആൾക്കാർക്കും ഈ പ്ലസന്റ മുകളിലോട്ട് കയറി പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അല്ല പ്ലസന്റ താഴെ തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ഡെലിവറി പറ്റില്ല, സിസേറിയൻ വേണ്ടി വന്നേക്കും. മുകളിലോട്ട് 2 സെന്റിമീറ്ററിനേക്കാളും മുകളിലാണ് പ്ലസന്റ ഇരിക്കുന്നതെങ്കിൽ നോർമൽ ഡെലിവറിക്ക് കുഴപ്പം വരില്ല. ഇതിലെ വേറൊരു പ്രശ്നം എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കണ്ടീഷനിൽ പ്ലസന്റ മുന്നിലത്തെ ഭിത്തിയിൽ വരികയും മുൻപ് സിസേറിയൻ ഉണ്ടാവുക, ചില IVF പ്രഗ്നൻസികള്, വയസ്സ് കൂടുതലുള്ള അമ്മമാർ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ പ്ലസന്റ ഈ ഗർഭാശയ ഭിത്തിയിൽ നിന്ന് മസിൽ ലെയറിലോട്ട് വളരുകയും ചിലപ്പോൾ അതിനെയും പുറത്തേക്ക് വളരുകയും ചെയ്യും. അതിനെ പ്ലസന്റ അക്രീറ്റ സ്പെക്ട്രം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള അവസ്ഥയിൽ കുട്ടി വന്നു കഴിഞ്ഞ് മറുപിള്ള എടുക്കാൻ പ്രയാസമായിരിക്കും, ബ്ലീഡിങ് കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. ചില പ്രഗ്നൻസികൾ ഹിസ്റ്ററക്ടമി അഥവാ ഗർഭപാത്രം റിമൂവ് ചെയ്യേണ്ട ശസ്ത്രക്രിയ വരെ ചെയ്യേണ്ടി വന്നേക്കാം. പ്രസവം കഴിഞ്ഞ് ബ്ലീഡിങ് കൂടുതലായിട്ട് അമ്മയെ രക്ഷിക്കാൻ അങ്ങനത്തെ ശസ്ത്രക്രിയ വരെ വേണ്ടി വന്നേക്കാം. ഇതാണ് മറുപിള്ള താഴെ ഇരുന്നാലുള്ള ചില കുഴപ്പങ്ങൾ. പക്ഷെ ഇതൊന്നും എല്ലാവർക്കും സംഭവിക്കുന്നതല്ല, വളരെ ഒരു മൈനോറിറ്റി ആൾക്കാർക്കാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ബ്ലീഡിങ്ങോ വേദനയോ അങ്ങനെ എന്തെങ്കിലും മാസം തികയുന്നതിന് മുമ്പ് കാണുകയാണെങ്കിൽ ഡോക്ടറെ വേഗം കാണേണ്ടത് ആവശ്യമാണ്. ഇതിന്റെ വേറൊരു കാര്യം, പ്രീ ടേം ഡെലിവറിക്കുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ സ്റ്റിറോയിഡ് ഒക്കെ കൊടുത്ത് ലങ് മെച്യൂരിറ്റിക്കുള്ള സ്റ്റിറോയിഡ് ഒക്കെ കൊടുത്തു വെക്കാറുണ്ട്. സൂക്ഷിച്ചാൽ മതി. ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക നല്ലത്. വളരെ അധ്വാനിക്കുള്ള ജോലികൾ അങ്ങനത്തെയൊക്കെ ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്.